A+Rൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നിയമകാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മളിൽ പലരുമൊക്കെ ഭാഗാധാരം ചെയ്യാറുള്ളവരാണ്. ഭാഗാധാരത്തിൽപ്പെട്ട ആളുകൾ ആകാറുമുണ്ട്. പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന സ്വത്തുക്കൾ ഒക്കെ തന്നെ ആരുടെയെങ്കിലും മരണശേഷം നമ്മൾ ഭാഗം വെക്കും. പലപ്പോഴും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്. യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്, കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ജീവിതത്തിൽ പിന്നീട് ഒരിക്കൽ തന്നെ പരസ്പരം മിണ്ടാനുള്ള തരത്തിലുള്ള ബന്ധം വരെ മുറിഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങളും ഭാഗാധാരത്തിനെ തുടർന്ന് ഉണ്ടാകാറുണ്ട്. വർഷങ്ങളോളം ഭൂമി അനാഥമായി കിടക്കുന്നു. കാരണം ഭാഗാധാരത്തിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട മക്കളാണെന്ന് വെക്കൂ, അവരാരും തന്നെ യോജിക്കാറില്ല. ആർക്കൊക്കെ ഭാഗം കിട്ടുമോ അവരെല്ലാം തന്നെ ഒരു സമന്വയ മനസ്സോടുകൂടി വന്നാൽ മാത്രമേ ഭാഗാധാരം സക്സസ് ആകാറുള്ളൂ. പിന്നീട് വേറെ ഏതെങ്കിലും ഒരു സിവിൽ സൂട്ടിൻ്റെ സാധ്യതയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എല്ലാവരും ആദ്യ റൗണ്ടിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ട് ഭാഗം വെക്കണം. സ്വത്ത് എവിടെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ സ്വത്ത് തർക്കവും ഉണ്ട് എന്നുള്ളതാണ് ഒരു സാധ്യത, ഏറ്റവും കൂടുതൽ സാധ്യത. അത് സഹോദരങ്ങളാണെന്നോ മക്കളാണെന്നോ മാതാപിതാക്കളാണെന്നോ ഒന്നുമല്ല. ഇപ്പോഴത്തെ പ്രശ്നം സ്വത്താണ് പ്രശ്നം. വേണ്ടി വലിയ രീതിയിൽ തന്നെ പരസ്പരം പോരടിക്കുന്ന എത്രയോ കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഈ ഭാഗാധാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പോയിൻ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം ആദ്യം പറയാം. ഒരു പിതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയും മക്കളും ചേർന്ന് ഭാഗം വെച്ചു. ഈ ഭാഗാധാരത്തിൽ എല്ലാവർക്കും തുല്യമായ പോർഷനാണ് ഡിവൈഡ് ചെയ്തത്. അങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ അമ്മയ്ക്കും മക്കൾക്കുമെല്ലാം എഴുതി വെച്ചു. അമ്മയുടെ സ്വത്ത്, അമ്മയ്ക്ക് ഭാഗം വെച്ച സ്വത്ത് അമ്മയുടെ മരണശേഷം മക്കൾക്കായിരിക്കും എന്നും ഈ ഭാഗാധാരത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ ഈ അമ്മ പിന്നീട് ഇതിൽ ഒരു മകനിൽ നിന്നും പണം വാങ്ങി, മുഖേന രേഖയിൽ കാണിക്കുന്നത് മകനിൽ നിന്നും പണം വാങ്ങി എന്നാണ്. എന്തായാലും രേഖയിൽ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. മകൻ പണം കൊടുത്ത് അമ്മയിൽ നിന്നും അമ്മയുടെ അവകാശം എഴുതി വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എഴുതി വാങ്ങിയാൽ അത് മറ്റ് മക്കൾക്ക് അമ്മയുടെ മരണശേഷം ലഭിക്കേണ്ടിയിരുന്ന സ്വത്താണ്. ഒരു മകൻ അമ്മയ്ക്ക് പണം കൊടുത്ത് ആ സ്വത്ത് സ്വന്തം പേരിൽ ആക്കിയാൽ അത് നിലനിൽക്കുമോ, അതിനെ റദ്ദ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇന്ന് നിങ്ങളോട് പറയുന്നത്. റദ്ദാക്കാൻ കഴിയുമോ? റദ്ദാക്കാം. കാരണം ഭാഗാധാരത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അമ്മയ്ക്ക് അവകാശപ്പെട്ട ഭാഗം കൊടുത്തതായിട്ടുള്ള സ്ഥലം അമ്മയുടെ മരണശേഷം മക്കൾക്കാണ്. മക്കൾക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശം കിട്ടാൻ ഉള്ളതാണ്. ആ അവകാശം ഒരു മകനിൽ നിന്നും പണം വാങ്ങി അമ്മ എഴുതി കൊടുത്തെങ്കിൽ അത് ആ ആധാരം മറ്റുള്ളവർക്ക് അതിനോട് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, തടസ്സം ഉണ്ടെങ്കിൽ അതിനെ റദ്ദാക്കുന്നതിന് വേണ്ടി സിവിൽ കോടതിയിൽ സൂട്ട് നൽകാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സിവിൽ സൂട്ട് നൽകുമ്പോൾ എപ്പോഴാണ് നമ്മളിത് നൽകാനുള്ളത്? അതിനകത്ത് ലിമിറ്റേഷൻസ് ആക്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പുതിയ ആധാരം, അതായത് അമ്മയ്ക്ക് ഭാഗാധാരത്തിൽ പറഞ്ഞിരിക്കുന്ന അവകാശം മകന് പണം വാങ്ങി എഴുതി കൊടുത്ത് ആ ആധാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട തീയതി മുതൽ 3 വർഷത്തിനകം ആയിരിക്കണം നിങ്ങൾ സിവിൽ സൂട്ട് ഫയൽ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ആധാരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നത്, നിങ്ങളുടെ അറിവിൽ വന്നതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ് നിങ്ങൾ ഈ 3 വർഷത്തെ ലിമിറ്റേഷൻ ആപ്ലിക്കബിൾ ആവുന്നത്. 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ അമ്മ പുതിയതായിട്ട് എഴുതിയ ആധാരം തയ്യാറാക്കിയ രജിസ്റ്റർ ചെയ്യപ്പെട്ട തീയതി മുതൽ, അല്ലെങ്കിൽ ആധാരത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ തീയതി, ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അത് കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ ഈ സിവിൽ സൂട്ട് ഫയൽ ചെയ്യാനുള്ളത്. എന്നാൽ പലർക്കും ഇപ്പോൾ അതിനെക്കുറിച്ച് പുതിയതായിട്ട് അറിവ് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി അതിനകത്ത് പറഞ്ഞു വെക്കാം. അതായത് ഈ ഭാഗാധാരം ആദ്യം ലഭിച്ച ഈ അമ്മയും മക്കളും, ഈ മക്കളിൽ ആരെങ്കിലും മൈനറായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മൈനറാണ്, അമ്മയുടെ ഈ പുതിയ ആധാരം മകന് മാത്രമായിട്ട് അമ്മയുടെ ഭാഗാധാരത്തിലെ അവകാശം എഴുതി കൊടുത്തു എന്ന് പറയുന്ന ആധാരം നടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ മൈനറാണ്, ഈ മക്കളിൽ ആരെങ്കിലും ഒരാൾ മൈനർ ആണെങ്കിൽ ആ മൈനർ പ്രായപൂർത്തിയായതിനു ശേഷം നമുക്ക്
ഈ പ്രമാണം റദ്ദാക്കുന്നതിന് വേണ്ടിയും ഈ നമുക്ക് സിവിൽ പിന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ ആ ലിമിറ്റേഷൻ അങ്ങനെയും ഒരു പരിധി മറികടന്ന് നമുക്ക് പോകാൻ കഴിയും. പാകാധാരെ സംബന്ധിച്ച് ചിലർ നേരത്തെ തന്നെ ഈ ചാനലിൽ ചില സംശയം ചോദിച്ചു. അതിനുള്ള ഉത്തരവും ഈ പറഞ്ഞതിൽ നിന്ന് ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. എന്തായാലും ഈ സിവിൽ കോടതി വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിരവധി എപ്പിസോഡുകൾ ഈ ചാനലിൽ വരുന്നുണ്ട്. ഇത്തരം വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ അറിയാൻ ആഗ്രഹം നിങ്ങൾക്കുമുണ്ടെങ്കിൽ ഇതിന് ഷെയർ ചെയ്യുകയും ചെയ്യാം.